ന്യൂസ് ഹാപ്പി വേൾഡ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ്. എവിടെ പോകുന്ന എന്താന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറയുന്നതായിരിക്കും. ബിക്കോസ് അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ. ഇവിടെ വരാം. അല്ല, സസ്പെൻസ് ആവുന്നതാണ് നല്ലത്. ബിക്കോസ് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ അതിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയൊക്കെ പോകുന്നത്. അന്നേരം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ചധികം പേരുണ്ട് കേട്ടോ. നമ്മൾ 4 പേര് മാത്രമല്ല. ഓക്കെ ഗൈസ്, നമ്മൾ കഴിക്കാൻ എന്തൊക്കെയോ കൊണ്ട് ഫ്രണ്ട്സ്, നമ്മളൊരു കൊട്ട സാധനങ്ങൾ. ഫ്രണ്ട്സ്, നമ്മളെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ചെറുപുഴിയുള്ള ഒരു ഹോട്ടലായിരുന്നു കയറിയിട്ടുണ്ടായത്. ആൻഡ് ഞാനൊരു വെള്ളയപ്പവും ബാജിയും വാങ്ങി. സായു നൂൽപുട്ടായിരുന്നു വാങ്ങി. പിന്നെ ഒരു ചായയും കുടിച്ചു. നല്ലതായിരുന്നു. ചായക്ക് കുടിച്ച് കയറി. ഇപ്പം ആലക്കോട് അപ്പോൾ നമ്മൾ കുറേ ഇങ്ങെത്തിട്ട കർണാടക ഫോറസ്റ്റിനുള്ളിൽ കൂടെ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ ചെറിയൊരു സ്പോട്ട് കണ്ടി നിർത്തി. സ്പോട്ടല്ല, ഒരു എന്തോ സംതിങ് തടാകം അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടിച്ചു തരാം. ഫ്രണ്ട്സ്, അടിപൊളിയാണ്. ഇവിടെ ഒരു ലേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല കയ്യിലാണ് മരത്തിൻ്റെ. ഫ്രണ്ട്സ്, ആ മല നിങ്ങൾ കാണണം. സെറ്റപ്പ് സംഭവം. ഇത് ആക്ച്വലി കണ്ടായില്ല കുറുകേറ്റ്. നമ്മൾ ആക്ച്വലി റെസ്റ്റോറൻറ്റിൽ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പോപ്കോൺ വാങ്ങിയിട്ടുണ്ട്. 2 പോപ്കോൺ വാങ്ങി. എല്ലാരും കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് റെഡ് വെൽവെറ്റിന്റെ ഒരു കേക്കാണ്. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി പോപ്കോൺ വാങ്ങി. പിന്നെ ഫുള്ള് കുലുങ്ങി നമ്മ ഇപ്പൊ ആക്ച്വലി ഗേറ്റ് കഴിഞ്ഞു. നല്ല മഴ വരേണ്ട വർഷമുണ്ട്. ഇവിടെ കരിക്ക് കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കരിക്കിനോട് വലിയ താല്പര്യമില്ല. നോ താങ്ക്സ്. ആൻഡ് ഇവിടെ ഞാൻ ഒരു ചാമ്പക്ക ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ? റെഡും ഒരു ഗ്രീനും മിക്സ് ആയിട്ടുള്ള എന്താ സംഭവം? അത് ഉണങ്ങിപ്പോയാണോ അതോ അതിൻ്റെ കളർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആയു കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കുടിച്ചിട്ട് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. കുടിക്ക് വേഗം. മധുരം ഉണ്ടോ? കരിക്ക് കുടിച്ചിട്ട് അഭിപ്രായം പറ. എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട്? മധുരം കുറവാണ് അല്ലേ? 2 പേര് മാത്രമാണ് ഇവിടെ കരിക്ക് കുടിക്കുന്നത്. എനിക്കറിയില്ല കരിക്ക് എങ്ങനെ. എനിക്ക് കരിക്കിനോട് താല്പര്യമില്ല ഫ്രണ്ട്സ്. നമുക്ക് ഒരുപാട് ഫുഡ് കീറ്റിച്ചിട്ടുണ്ട്, എന്തെല്ലോ കഴിച്ചിട്ടുണ്ട്. സോ എനിക്ക് കരിക്ക് വേണ്ട. നമുക്ക് വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കരിക്ക് പോലെയാണോ? ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ടേസ്റ്റ് ഇല്ല, മധുരമില്ല. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ബിക്കോസ് എനിക്കിങ്ങനെ പുറത്ത് നിന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എനിക്കറിയില്ല. കർണാടകത്തിലാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരറിയില്ല. എവിടെയോ ഉണ്ട്. നമ്മളിവിടെ എന്താണ് കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നാട്ടിൻ്റെ അത്ര മധുരമൊന്നുമില്ല. ഓക്കെ അങ്ങനെ പറയാൻ പറ്റും അല്ലേ? വെള്ളം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു. വലിയ മധുരമൊന്നുമില്ല. ഇത് കഴിക്കാം നമുക്ക്. സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നിൽക്കാൻ പോലെ സ്ഥലമില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വല്ല ഹമ്പങ്ങാച്ച കുലുങ്ങിയപ്പോൾ എൻ്റെ തല കൊണ്ടുപോയി ഇടിക്കും. ബിക്കോസ് എഴുന്നേറ്റ് നിൽക്കാൻ സ്ഥലമില്ല. ഇപ്പം നമ്മൾ സെറ്റ് ഇവിടെ ക്ലീൻ അല്ല. കുറേ ഒരുപാട് സാധനങ്ങളില്ലോണ്ട് തന്നെ. ഒരു മിനിറ്റ്. സാധനങ്ങളില്ലോണ്ട് തന്നെ അതിലാ
സാധനങ്ങളിലൂടെ അതൊക്കെ പറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, നല്ല വൈബ് അയച്ചിട്ടുണ്ട് കേട്ടോ പോവാൻ വേണ്ടി. ഇപ്പൊ കാണുന്നത് ഇഞ്ചിത്തോട്ടം ഫുൾ തോട്ടമാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയോ നട്ടിച്ചൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൃഷി സീസണാണ് ഗൈസ്. ഫുള്ള് കാടാണ് കേട്ടോ, കാട് പ്രദേശമാണ് ഫുള്ള്. ആട് പശു ഒക്കെ ഉണ്ട്. റോഡ് നല്ല അടിപൊളി റോഡാണ്. അടിപൊളി റോഡ് അവര് പണിതിട്ടുണ്ട്. എന്തേറ്റോ ഒരു കാട് പ്രദേശമൊക്കെയാണ്. അങ്ങനെ നമ്മൾ കർണാടകത്തിൽ ഹൈ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് ഇപ്പം ഇവിടെ ബോർഡ് കണ്ടു കേട്ടോ, ഹൈ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ചേട്ടായിസ് എന്നുള്ള ഹോട്ടൽ. ഫ്രണ്ട്സ്, എനിക്ക് ഇവിടുത്തെ ഇത്ര നല്ല ഹോട്ടലാണ് തോന്നുന്നത്. ചേട്ടായിസ് എന്നാണ് കേട്ടോ പേര്. പക്ഷെ ഇവിടെ വരുന്നവർ ഇവിടെ കയറി കഴിക്കുക. ഫുഡ് എങ്ങനെ അറിയുക, ഫുഡ് വന്നാലേ അറിയുള്ളൂ. ഫ്രണ്ട്സ്, അവർ ഫുള്ള് സദ്യയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കഴിക്കണം ബിരിയാണി. എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല ടേസ്റ്റ്. ബിരിയാണി കഴിക്കട്ടെ, എന്നിട്ട് പറയാം. ബിരിയാണി കഴിക്കാം. ഇവിടെ അച്ചാറില്ല, നമുക്ക് കച്ചമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത്. നമ്മൾ 4 ആളും ബിരിയാണിയാണ് കഴിക്കുന്നത്. എല്ലാ ഹൈവേയിലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരം ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങിയിട്ടാ, എല്ലാവരും ഉറങ്ങി. എവിടെ എത്തിയെന്നറിയില്ല. നമ്മൾ ബാംഗ്ലൂർ എത്തി. എല്ലാവരും ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടിയെല്ലാം കയറി പോകുന്നുണ്ട്. രാത്രി ആവാനായി, സമയം 6:40. ഫ്രണ്ട്സ്, നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. എങ്ങനെയുണ്ട്? ഊത്തപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റൂമിലെത്തി. ഇനിയിപ്പം കിടന്നുറങ്ങണം. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നമുക്ക് പോയിട്ട് തൊഴണം ഗൈസ്. സോ എല്ലാവർക്കും